ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതിൽ 7th ചാപ്റ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ട് അറിയാലേ, എന്താണ്? ഗതാഗതം അല്ലേ. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആശയവിനിമയ സിസ്റ്റം അല്ലേ, സംവിധാനങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇവിടെ കുറച്ച് കൊളാഷ് ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് എർത്ത് ക്വൈക്ക്. എന്താ എർത്ത് ക്വൈക്ക് പറഞ്ഞാൽ? ഭൂമി കുലുക്കാണ് കേട്ടോ. എർത്ത് ക്വൈക്ക് എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് നോക്കുക കേട്ടോ. EARTHQUAKE. എർത്ത് ക്വൈക്ക് പറഞ്ഞാൽ ഭൂമി കുലുക്കം ഇൻ ഇന്തോനേഷ്യ. സുനാമി ലൈക്ലി. സുനാമിക്ക് ടി ഉണ്ട് കേട്ടോ. ടി അവിടെ സൈലന്റ് ആയിരിക്കും. നമ്മൾ സുനാമി എന്നാണ് വായിക്കുക കേട്ടോ. അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കുക. സുനാമി ലൈക്ലി. കോസ്റ്റൽ കമ്മ്യൂണിറ്റി അലേർട്ടഡ്. എന്താ അവിടെ പറയുന്നത്? ആ കൊളാഷിൽ ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്കും സാധ്യത, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം എന്നാണ് അല്ലേ. പിന്നെ അടുത്ത് എന്താണ്? ദ ഹാർട്ട് ഓഫ് കൊട്ടാരക്കര റെസിഡൻറ്റ് ട്രാൻസ്പോർട്ടഡ് ഫ്രം തിരുവനന്തപുരം ഈസ് ബ്രോട്ട് ടു കൊച്ചി ഇൻ എയർ ആംബുലൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. എന്താണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ? എന്താണ് പറഞ്ഞത്? ഹൃദയ ശസ്ത്രക്രിയക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ചു അല്ലേ. ചീഫ് മിനിസ്റ്റർ ഹോൾഡ് എമർജൻസി വീഡിയോ കോൺഫറൻസ് വിത്ത് ഡിസ്ട്രിക്ട് കളക്ടർ ടു കോർഡിനേറ്റ് ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്. എന്താണ് ഫ്ലഡ്? ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രളയം അല്ലേ, വെള്ളപ്പൊക്കം എന്നൊക്കെ പറയും അല്ലേ. പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. ഇതൊക്കെയാണ് ഈ കൊളാഷ് അല്ലേ. ലുക്ക് അറ്റ് ദ ന്യൂസ് കൊളാഷ് അല്ലേ, വാർത്താ കൊളാഷ് ശ്രദ്ധിക്കൂ. എന്താണ്? ഹൗ കുഡ് ദ ഹാർട്ട് ബീറ്റ് ക്വിക്ലി ട്രാൻസ്പോർട്ടഡ് ടു കൊച്ചി ഫ്രം തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഇൻ വാട്ട് വേസ് വുഡ് ദ കോസ്റ്റൽ പീപ്പിൾ ഹാവ് ബീൻ അലേർട്ടഡ്. അതുപോലെ തീരദേശവാസികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയത് എങ്ങനെയെല്ലാമായിരിക്കും? ഹൗ വേർ ദ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്ലി. എന്താണ് ഈ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് അല്ലേ, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായത് എങ്ങനെയാ? All these instances demonstrate the relevance of transport and communication systems in our day-to-day life. അല്ലേ, എന്താണ് ഈ സന്ദർഭങ്ങളെല്ലാം നിത്യജീവിതത്തിലെ, നമ്മുടെ നിത്യജീവിതത്തിലെ ഈ എന്താണ് ട്രാൻസ്പോർട്ട് അല്ലേ, എന്താണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആർ ദ മീൻസ് ഓഫ് ഓവർകമ്മിങ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് എമംഗ് പീപ്പിൾ. This is an effective system to connect people, considering the distance between them. The transportation systems helps to move people or goods from one place to another. Communication involves transferring ideas or messages from one source to another. എന്താണ് ഈ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് അല്ലേ. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത്. മനുഷ്യർ തമ്മിലുള്ള അകലം എന്താണ് കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത് അല്ലേ. ജനങ്ങളെയോ ചരക്കുകളെയോ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നതിന് എന്താണ് ഈ ട്രാൻസ്പോർട്ട് സഹായിക്കുകയാണ് അല്ലേ. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുകയാണ് അല്ലേ. എന്താണ് ജനങ്ങളെയോ ചരക്കുകളെയോ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് എന്താണ് ഈ ട്രാൻസ്പോർട്ടാണ് സഹായിക്കുന്നത് അല്ലേ. റോഡ് മാർഗമല്ലേ സഹായിക്കുന്നത്, റോഡാണെങ്കിലും എയർ ആണെങ്കിലും അല്ലേ. അപ്പൊ ഈ ട്രാൻസ്പോർട്ടാണ് സഹായിക്കുന്നത് അല്ലേ. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ എന്താണ് മറ്റൊരിടത്തേക്ക് കൈമാറുകയാണ്. നോക്കൂ ട്രാൻസ്പോർട്ടേഷൻ എന്താന്ന് നോക്കുക അല്ലെ, ഗതാഗതം അല്ലെ. നോക്കിയേ ഇവിടെ സ്റ്റാമ്പ് അല്ലേ. ദിസ് ഈസ് എ പേജ് ഫ്രം നെഹ്റുസ് പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബം. ഇത് എന്താ അറിയോ? ഇത് നീനുവിന്റെ തപാൽ സ്റ്റാമ്പ് ആൽബത്തിലെ ഒരു പേജാണ്. നീനൂസ് അല്ലേ, സോറി നീനു. ദിസ് ഇസ് എ പേജ് ഫ്രം നീനൂസ് പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബം അല്ലേ. ഇത് നീനുവിന്റെ തപാൽ സ്റ്റാമ്പ് ആൽബത്തിലെ ഒരു പേജാണ് അല്ലെ മുകളിൽ നൽകിയിരിക്കുന്നത് അല്ലെ. ദീസ് ആർ ദ സ്റ്റാമ്പ്സ് ഇഷ്യൂഡ് ബൈ ദ ഇന്ത്യൻ പോസ്റ്റൽ ഡെവലപ്മെന്റ് ഓൺ ദ evolution of the transport systems over the years. Find out the vehicles that are featured on the stamps. എന്താ നമുക്ക് ഇത് തപാൽ സ്റ്റാമ്പ് നിങ്ങൾ കേട്ടില്ലേ, പോസ്റ്റൽ സ്റ്റാമ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. കണ്ടിട്ടുണ്ടോ പോസ്റ്റൽ സ്റ്റാമ്പ്? പണ്ടൊക്കെ പോസ്റ്റ്മാർക്കായിരുന്നത് നമ്മൾ കത്തയക്കലും ഇതൊക്കെ അല്ലേ. അപ്പോൾ അന്ന് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് എന്താ കണക്കിലെടുത്ത് ദൂരം കുറഞ്ഞ്, അതായത്
കുറച്ച് അതായത് ഇവിടുന്ന് ഇപ്പോൾ ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ചെറിയ വില ഉള്ള സ്റ്റാമ്പായിരിക്കും. പിന്നെ ഗൾഫിലേക്ക് പോകുമ്പോൾ വലിയ വിലയുള്ള സ്റ്റാമ്പുകൾ അതിലൊട്ടിക്കണം. എന്നാലൊക്കെ എന്താണ് ഈ പോസ്റ്റ് നമ്മൾ എന്താണ് കത്തയക്കാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റാമ്പാണിത് അല്ലേ. ഇങ്ങനത്തെ സ്റ്റാമ്പുകളൊക്കെ ചെയ്യുന്നത് അല്ലേ. 5 രൂപ 15 രൂപ ഒക്കെ ഉണ്ട്. അതിൽ റേറ്റുകളൊക്കെ ഉണ്ടല്ലേ 25 ഇതൊക്കെ ഉള്ളേ റേറ്റുകളൊക്കെ. അതാണ് അല്ലേ. ഓരോ സ്ഥലത്തേക്കും ഓരോ എത്ര കിലോമീറ്ററിനുള്ളിൽ കുറച്ച് കിലോമീറ്റർ ആണെങ്കിൽ കുറച്ച് വിലയുള്ള സ്റ്റാമ്പ് മതിയായിരുന്നു അല്ലേ. അപ്പോൾ നോക്കൂ, ദീസ് ആർ ദ സ്റ്റാമ്പ്സ് ഇഷ്യൂഡ് ബൈ ദ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓൺ ദ എവല്യൂഷൻ ഓഫ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഓവർ ദ ഇയേഴ്സ്. എന്താ അവിടെ പറയുന്നത്? വിവിധ കാലഘട്ടത്തിലെ ഗതാഗത വികാസത്തെക്കുറിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണിവ അല്ലേ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ് ഇവിടെ അല്ലേ, പല വർഷങ്ങളായിട്ട്. ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ് ദാറ്റ് ആർ ഫീച്ചേർഡ് ഓൺ ദ സ്റ്റാമ്പ്സ്. എന്താണ് സ്റ്റാമ്പുകളിൽ കാണുന്ന ഈ വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തു. നോക്ക് എന്തൊക്കെയാണ് വെഹിക്കിൾസ്. എന്താണ് ഇതൊക്കെ? എന്താണ് ബസ് ഉണ്ട്, പിന്നെന്താണ് ഡബിൾ ഡക്കർ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ, റിക്ഷ ഇതൊക്കെ ഉണ്ട് അല്ലേ. പിന്നെന്താണ് ഇവിടെ ഇത് എന്താ ഷെവർലെറ്റ് അല്ലേ. അപ്പോൾ നോക്കൂ, ആർ ദ വെഹിക്കിൾസ് സീൻ ഓൺ ദ സ്റ്റാമ്പ്സ് ഇൻ യൂസ് നൗ എ ഡേയ്സ്. ഇപ്പോൾ ഈ സ്റ്റാമ്പുകളിൽ കാണുന്ന ഈ വാഹനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? യു നോ ദാറ്റ് man ഈസ് ദ ഓൺലി ക്രീച്ചർ ദാറ്റ് യൂസസ് വെഹിക്കിൾസ്. Earlier, instead of vehicles, animals like elephant, horse, bull and camel were used for transportation. For what purpose do humans use vehicles today? എന്താണ് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം മനുഷ്യരാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ. ഈ വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ആരാണ്? മനുഷ്യന്മാരാണ് അല്ലേ. പണ്ട് കാലത്തൊക്കെ വാഹനങ്ങൾക്ക് പകരമായിട്ട് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ആനനെയും കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളായിരുന്നു വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലേ. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? ഫോർ ട്രാവലിംഗ്, സഞ്ചാരത്തിന് അല്ലേ. ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. എന്താണ് ചരക്കുകൾക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന്. പിന്നെ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് അല്ലേ. പിന്നെയോ വേറെ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ എഴുതുക കേട്ടോ. നോക്കൂ, വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ ടേം വെഹിക്കിൾ ഇൻ മെനി ഇന്ത്യൻ ലാംഗ്വേജസ്, വാഹനം അല്ലേ, മീൻസ് എ ഡിവൈസ് ടു ക്യാരി. Vehicles are mechanical, non-mechanical systems used for the movement of people and the transportation of goods. എന്താണ് ഇവിടെ വാഹനം എന്ന് പറയുന്നത്? വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉപകരണമാണ് അല്ലേ. എ ഡിവൈസ് ടു ക്യാരി, അതാണ് ഈ വെഹിക്കിൾസ് എന്ന പദത്തിന്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന എന്താണ്? ഒരു മെക്കാനിക്കൽ, നോൺ മെക്കാനിക്കൽ സിസ്റ്റമാണെന്ത് ഈ വെഹിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? മീൻസ് എ ഡിവൈസ് ടു ക്യാരി, എന്താണ് വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉപകരണം അല്ലേ. ഹൗ മൈറ്റ് ഹ്യൂമൻസ് ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾ. അപ്പോൾ ഈ വാഹനങ്ങളെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ ആൾക്കാർ നിറവേറ്റിയിട്ടുണ്ടാവുക? നോക്കിയാൽ ഓൺ ഫുട്ടിൽ നടന്നിട്ട്, പിന്നെ ബൈ ക്യാരിങ് ഓൺ ദ ഹെഡ്, തലയിൽ ചുമടാക്കിയിട്ടു, പിന്നെ യൂസിങ് ആനിമൽസിലെ ആനിമൽസിൻ്റെ ബാഗ് എന്താണ് പുറത്ത് സാധനങ്ങൾ വെച്ച് കെട്ടിയിട്ടൊക്കെ ഇരുന്നത് പണ്ടുള്ള ആൾക്കാർ. ഈ വാഹനങ്ങൾ വരുന്നതിന് മുന്നേ ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റിയിരുന്നു അല്ലേ. വാട്ട് വർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്സ്. അപ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഇത്തരം മാർഗങ്ങൾക്ക്? എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു? ദ ഗ്രോയിങ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിമിതി അല്ലേ. എന്താണ്? ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ് അല്ലേ. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല അല്ലേ. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് നിങ്ങൾക്കറിയാം? ഒന്ന് എഴുതുക കേട്ടോ. ഹ്യൂമൻസ് ഡെവലപ്ഡ് വെഹിക്കിൾസ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് മെൻഷൻഡ് അബൌട്ട് ദ ഇൻവെൻഷൻ ഓഫ് വീൽസ് ബിക്കേം ദ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താ അവിടെ പറയുന്നത് നോക്കിയാൽ, മുകളിൽ സൂചിപ്പിച്ച ഈ ലിമിറ്റേഷൻസ് മറികടക്കാനാണെന്ത് മനുഷ്യർ എന്താണ് വെഹിക്കിൾസ് വികസിപ്പിച്ചെടുത്തത് അല്ലേ. എന്താണ് ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണെന്ത് ഈ ഇൻവെൻഷൻ ഓഫ് വീൽസ് അല്ലേ. വീൽസിൻ്റെ കണ്ടുപിടുത്തമാണെന്ത് ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് അല്ലേ. അപ്പോൾ ട്രാൻസ്പോർട്ട് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് എന്താണ്? ഇൻവെൻഷൻ ഓഫ് വീൽസ് അല്ലേ. വീൽസിൻ്റെ കണ്ടുപിടുത്തം. ഓക്കെ, ഫ്രം വീൽ ടു വെഹിക്കിൾ. എന്താണ് ഫ്രം വീൽ ടു വെഹിക്കിൾ? The invention of the wheel, which changed the lives of human beings, did not happen to a single day. Realizing that rolling object on a rounded wooden log would make it easier to carry, people made wheels by making the log smaller and smaller.
എന്താ അവിടെ പറയുന്നത്? ചക്രത്തിൽ നിന്ന് അല്ലെ, വീലിൽ നിന്ന് വെഹിക്കിളിലേക്കാണ് അല്ലെ. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല അല്ലെ. ഒറ്റ ദിവസം കൊണ്ടാണ് എന്താ സംഭവിച്ചതാണോ ഇൻവെൻഷൻ ഓഫ് ദ വീൽ എന്ന് പറയുന്നത്? അല്ല അല്ലെ. ഉരുളം മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ എന്താക്കി? ഈ ഉരുളുകളെ ചെറുതാക്കി ചെറുതാക്കി എന്താക്കി? വീലാക്കി മാറ്റിയതാണ് അല്ലെ. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഉരുളം എന്താ റിയലൈസ് റോളിംഗ് ഒബ്ജക്റ്റ് ഓൺ എ റൗണ്ടഡ് വുഡൻ ലോഗ് വുഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു ക്യാരി. പീപ്പിൾ മെയ്ഡ് വീൽസ് ബൈ മേക്കിംഗ് ദ ലോഗ് സ്മോളർ ആൻഡ് സ്മോളർ. കണ്ടോ, ഇങ്ങനെ ഈ ആൾക്കാരെന്താണ് ഇങ്ങനത്തെ വുഡ് എന്താണ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകും അല്ലെ. ഉരുള അയില എന്താണ് വുഡ് അല്ലെ, റോളിംഗ് വുഡ് അല്ലെ. റോളിംഗ് വുഡ് എന്താണ് റൗണ്ടഡ് വുഡൻ എന്താക്കി ഇവര് ഉരുളം മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഉരുട്ടിയാൽ എന്താണ് ഈ ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നീക്കാൻ എളുപ്പമാകുന്നു മനസ്സിലാക്കിയില്ലേ. അതിൽ അങ്ങനെ എന്താക്കി ഈ മനുഷ്യനെ ഈ ചെറിയ ഈ ഉരുളുകളൊക്കെ എന്താക്കി ചെറിയ ചെറിയതാക്കിയിട്ട് ലാസ്റ്റാണ് ചക്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ. ചക്രം നാക്കാന്നുള്ളത് ഇതിലേക്ക് വന്നത് അല്ലേ. കണ്ടോ, അതൊക്കെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്നത് കണ്ടില്ലേ. ഓക്കെ. The picture shows the parts of a 4,500-year-old wheel found on the shores of Lake Zurich in Switzerland in 1976. Part of this wheel made of people planks is preserved in the Swiss National Museum. എന്താണ് പറയുന്നത്? ഈ 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഒരു ഭാഗമാണിത്. കണ്ടോ, ചക്രത്തിന്റെ ഭാഗമാണിത് അല്ലെ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഈ മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം എന്താണ് സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അല്ലെ. മേപ്പിൾ എന്ന് പറഞ്ഞൊരു മേപ്പിൾ പ്ലാങ്ക്സ് അല്ലെ. മേപ്പിൾ എന്ന് പറഞ്ഞ ഒരു പരപ്പലകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ചക്രം അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഭാഗമേ കിട്ടിയിട്ടുള്ളൂ. അതിപ്പോൾ എന്താണ് ഒരു സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുകയാണ് അല്ലെ. കണ്ടു നോക്കിയ ടയറിന്റെ കണ്ടുപിടുത്തം കണ്ട നിങ്ങൾ, വീലിന്റെ കണ്ടുപിടുത്തം കണ്ടില്ലേ? പണ്ട് ഇങ്ങനെ ആയിരുന്നു അല്ലെ. പിന്നെ ഇങ്ങനെ, പിന്നെ ഇതാ ഇങ്ങനെ, പിന്നെ ഇതാ ഇങ്ങനെ, പിന്നെ ഇതാ ഈ ഇപ്പോഴത്തെ മോഡലായി അല്ലേ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല അല്ലേ വീൽസിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അല്ലേ. ചക്രത്തിന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതാണോ? അല്ല അല്ലേ. Then next, Mesopotamia. എന്താണ് മെസോപ്പൊട്ടാമിയ നോക്കൂ. The Mesopotamians are believed to have made wheels about 5,000 years ago. The wheels they made were of 3 thick planks joined together with copper nails pierced into leather straps. The Egyptians and Romans improved the wheels further. The Mesopotamian culture has flourished in the regions in and around the present-day Iraq. This area lies between the rivers Euphrates and Tigris. The word Mesopotamia means the land between two rivers. Mesopotamia എന്താ അതിന്റെ മീനിങ് എന്താണ്? ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ് അല്ലേ. എന്താണ്? രണ്ട് നദികളുടെ ഇടയിലുള്ള ലാൻഡ് എന്നാണ് മെസോപ്പൊട്ടാമിയനെ അർത്ഥാക്കുന്നത് അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയാൽ? മെസോപ്പൊട്ടാമിയൻസ് ആർ ബിലീവ്ഡ്, അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് മെസോപ്പൊട്ടാമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കാണപ്പെടുന്നു അല്ലെ. ഈ എന്താണ് വീൽസ് നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നുണ്ട് അല്ലെ. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിൽ ആയിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ് മെസോപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത് അല്ലെ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഈ മെസോപ്പൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ എന്താണ്? 5000 വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്താണ് ഈ വീൽസ് ഉപയോഗിച്ചിരുന്നതായി നമ്മൾ കരുതപ്പെടുന്നുണ്ട് അല്ലെ. ഈ മെസോപ്പൊട്ടാമിയക്കാർ അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ കൊണ്ടായിരുന്നു അല്ലെ. എന്താ നോക്കിയേ? 3 thick planks joined together അല്ലെ. 3 തിക്കായിട്ടുള്ള പ്ലാങ്ക്സ് ജോയിൻ ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലെ. അവിടെ എന്താണ്? കോപ്പർ നെയിൽസ് പിയേഴ്സ്ഡ് ഇൻ ടു ലെതർ സ്ട്രാപ്സ് അല്ലെ. എന്താണ്? ആ പലകകൾ ചേർത്ത് വെച്ചെന്താണ് ഈ ലെതറിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു അല്ലെ. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും എന്താക്കി? ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസോപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത് അല്ലെ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഈ മെസോപ്പൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കിയേ, കണ്ടോ? The images given show how wheels were used for transportation in the past. What information can be obtained from this? എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ?
ഈ ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണിത് നൽകിയിട്ടുള്ളത് അല്ലെ. ഇവയിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഈ ട്രാൻസ്പോർട്ടിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചിരുന്നെന്ന് കാണിക്കുന്ന ചിത്രങ്ങളല്ലേ ഇവിടെ ചിത്രത്തിലുള്ളത്. ഇവയിൽ എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇവിടെ നോക്കിയേ, ചിത്രത്തിൽ നോക്കൂ, കണ്ടോ? നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ഇതൊക്കെ സാധനങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകാനും അല്ലെ, ഇതൊക്കെ ആയിരുന്നു അല്ലെ. വീൽഡ് കാർട്സ് വെർ പുൾഡ് ബൈ ഹ്യൂമൻസ് അല്ലെ. മനുഷ്യന്മാര് എന്താക്കുന്നുണ്ട്? ചക്രങ്ങൾ ഘടിപ്പിച്ച ഈ വണ്ടികൾ മനുഷ്യർ വലിച്ചു പോയിരുന്നു അല്ലെ. പിന്നെന്താക്കി? മൃഗങ്ങളെ കൊണ്ടാക്കി അല്ലെ. അപ്പൊ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ട് പോയിരുന്നു അല്ലെ. മൃഗങ്ങളെയും വലിച്ചു കൊണ്ടുപോയിരുന്നു അല്ലെ. വീൽ കാർട്സ് വെർ പുൾഡ് യൂസിങ് ആനിമൽസ്. ഹ്യൂമൻസും വലിച്ചു കൊണ്ടുപോയിരുന്നു, പിന്നെ ആനിമൽസും വലിച്ചു കൊണ്ടുപോയിരുന്നു അല്ലെ. പിന്നെ ആൾക്കാർക്ക് എന്താക്കി? അതിൽ ട്രാവൽ ചെയ്യാനുള്ളതായി അല്ലെ. പിന്നെ ആൾക്കാർ സാധനം കൊണ്ടുപോവുകയാണെങ്കിൽ ആൾക്കാർ എന്താക്കി? അതിൽ കയറിയിരുന്ന് പോവുകയും ചെയ്യുക അല്ലെ. Earlier, both human-drawn and animal-drawn wheel carts were used for various purposes of transportation. Such wheeled carts were used to transport goods and for moving humans from one place to another. Later, fuel-powered machines were invented. With the advent of mechanized vehicles, there have been big changes in the field of transportation. Gradually, different mode of transport came into practice to move goods and people from one place to another. എന്താ മക്കളെ ഇവിടെ പറയുന്നത്? ആദ്യ കാലങ്ങളിലൊക്കെ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് അല്ലെ. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ഈ വീൽ കാർട്ട് ഉപയോഗിച്ചിരുന്നു അല്ലെ. പിൽക്കാലത്ത് ശേഷം ഫ്യൂവൽസ് അല്ലെ, ഫ്യൂവൽ പവർ അല്ലെ, ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു അല്ലെ. അങ്ങനെ യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ. ഇപ്പൊ എന്തൊക്കെയാണ്? ബസ്, കാറ് എല്ലാം ഇന്ധനം വെച്ചിട്ട് പോകുന്ന വണ്ടികളായില്ലേ. ഇപ്പൊ ആരെങ്കിലും വലിച്ചു കൊണ്ടുപോകുമോ? ആരെങ്കിലും ഇപ്പം മൃഗങ്ങളെ വെച്ച് വലിപ്പിക്കോ? ഇല്ല അല്ലെ. അപ്പോൾ ഈ ഇന്ധനം, അതായത് ഫ്യൂവൽ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ വന്നതോടുകൂടി നമുക്ക് ഇവിടെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായില്ലേ. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയില്ലേ. ഈ ചരക്കുകളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡിഫറെന്റ് മോഡിലേക്ക് ട്രാൻസ്പോർട്ട് കം ഇൻ ടു പ്രാക്ടീസ് ടു മൂവ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലെ. ഗുഡ്സിനാണെങ്കിലും പീപ്പിളിനാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അല്ലെ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വന്നു അല്ലെ. അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ഡ്രോ പിക്ചർ ഷോയിങ് ദ പ്രോഗ്രസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ദ വീൽ ടു ദ വെഹിക്കിൾ ആൻഡ് കണ്ടക്ട് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ്. ചക്രത്തിൽ നിന്നും വാഹനത്തിലേക്കുള്ള, വീൽസിൽ നിന്നും വെഹിക്കിൾസിലേക്കുള്ള ഈ പ്രോഗ്രസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ വരച്ച് നിങ്ങൾ ക്ലാസ്സിൽ എക്സിബിഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഗതാഗത മാർഗങ്ങൾ അല്ലേ. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ മെയിൻ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വി യൂസ് ടുഡേ. ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ടാണ് താഴെ കാണിക്കുന്നത് അല്ലേ. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ്? ഇതിന്റെ മാർഗങ്ങൾ, ട്രാൻസ്പോർട്ടിന്റെ മാർഗങ്ങൾ ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട് അല്ലെ. ലാൻഡിലൂടെ പോകുന്ന ഇതുണ്ട് അല്ലെ. പിന്നെ വെള്ളത്തിലൂടെ പോകുന്നില്ലേ, നദികളിലൂടെ ഒക്കെ പോകുന്ന ട്രാൻസ്പോർട്ട് ഇല്ലേ. പിന്നെ എയറിലൂടെ അല്ലെ, ആകാശത്തൂടെ പോകുന്നുണ്ട് അല്ലെ. ലാൻഡ് ട്രാൻസ്പോർട്ട് നോക്കൂ, റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും ആണ് അല്ലെ. ലാൻഡ് ട്രാൻസ്പോർട്ടിൽ കാണിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ടും പിന്നെ റെയിൽ അല്ലെ, ട്രെയിനും ആണ് ഈ റെയിൽ ട്രാൻസ്പോർട്ടും ആണ് ലാൻഡ് ട്രാൻസ്പോർട്ടിൽ അല്ലെ. ഇനി വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഇൻലാൻഡ് ട്രാൻസ്പോർട്ടും മെരിടൈം ട്രാൻസ്പോർട്ടും ആണ് അല്ലെ. ഉൾനാടൻ ഗതാഗതവും കടൽ സമുദ്ര ഗതാഗതവുമാണ് വരുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടിൽ അല്ലെ. ഇനി എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിലോ നോക്കൂ, നാഷണൽ എയർവേസ് അല്ലെ, പിന്നെയോ ഇന്റർനാഷണൽ എയർവേസ് അല്ലെ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് രാജ്യത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ട്രാൻസ്പോർട്ടാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ വേ എത്താനൊക്കെ അല്ലെ. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്താ നമുക്ക് നോക്കാം. ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് എ മോഡ് ഓഫ് എ ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. കരയിലൂടെയുള്ള ഈ ട്രാൻസ്പോർട്ടേഷനാണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ. ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഫ്രം ഫ്ലോ ചാർട്ട്. അപ്പോൾ
എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ ഉൾപ്പെടുന്ന പ്രധാന ഈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫ്ലോ ചാർട്ടിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഏതൊക്കെയാണ്? ഇതാ റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും ഇവിടെ ഇത് കേട്ടോ. റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇനി റോഡ് ട്രാൻസ്പോർട്ട് എന്താന്ന് നോക്കാം നമുക്ക്. ഡോണ്ട് വി നീഡ് റോഡ്സ് ഫോർ സ്മൂത്ത് മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾസ്? ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് റോഡ്സ്. നോക്കൂ, സിംഗിൾ ട്രാക്ക് പാത്ത്, മഡ് പാത്ത്, സ്റ്റോൺ പാവ്ഡ് പാത്ത്. അല്ലേ, എന്താണ് നമ്മുടെ പറയുന്നത്? എന്താ, വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കണമെങ്കിൽ എന്താണ് ഈ നമ്മളെ ഈ വഴി ഉണ്ടല്ലോ, ആ റോഡ് അതെന്താക്കണം, എന്താവണം? നമുക്ക് ഒരു റോഡ് വേണം, വേണ്ടേ? വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ എന്താ, സഞ്ചാരപാതകൾ വേണ്ടേ? സഞ്ചാരപാതകൾ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ആദ്യം എന്തായിരുന്നു? ഒരു ഇടവഴിമായിരുന്നു അല്ലേ. പിന്നെന്തായി? സിംഗിൾ ട്രാക്ക് പാത്ത് ആയിരുന്നു. ആദ്യം എന്താണ്? ഒറ്റയടി പാതയായിരുന്നു അല്ലേ. പിന്നെന്തായി? മഡ് പാത്തായി അല്ലേ, മൺപാതയായി അല്ലേ. പിന്നെന്തായി? സ്റ്റോൺ പാവ്ഡ് പാത്തായി അല്ലേ, എന്താ കല്ല് പാകിയ പാതയായി അല്ലേ. പിന്നെന്തായി നോക്കിയേ? കോൺക്രീറ്റ് റോഡായി അല്ലേ, കോൺക്രീറ്റ് പാതയായി. പിന്നെന്തായി? ടാർഡ് റോഡായി അല്ലേ, ടാർ ചെയ്ത റോഡായി അല്ലേ. സിംഗിൾ ട്രാക്ക് പാത്ത് ആൻഡ് മഡ് പാത്ത് വെർ യൂസ്ഡ് for transportation in ancient times. Over the passage of time, stone paved paths, concrete roads and tarred roads came into existence. അപ്പോൾ ഈ സിംഗിൾ ട്രാക്ക് പാത്ത് പറഞ്ഞാൽ ഒറ്റയടി പാത എന്ന് പറയും അല്ലേ, സിംഗിൾ ആയിട്ടുള്ള അല്ലേ പാതകളും. പിന്നെ അതുപോലെ മഡ് പാത്തുകളും എന്താണ് ഉപയോഗിച്ചിരുന്നത്? എന്തിനായിരുന്നു? പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നു അല്ലേ. എന്ത് ഈ മൺപാതകളുമായിരുന്നു എന്തിനാ? സിംഗിൾ ട്രാക്ക് പാത്തും മഡ് പാത്തുമായിരുന്നു എന്ത് പണ്ട് കാലത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ എന്താക്കി? കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളൊക്കെ എന്താക്കി നിലവിൽ വന്നു അല്ലേ. നോക്കൂ, മക്കാഡാം റോഡ്സ് അല്ലേ. നോക്കൂ, സ്കോട്ടിഷ് എഞ്ചിനീയർ J.L. McAdam ആണ് pioneered the modern type of road construction around 1820. The roads constructed using crushed stones leveled by road roller machines are known as McAdam roads. അല്ലേ, എന്താണ് 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ J.L. McAdam ആണെന്ത് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 1820 അല്ലേ. എന്താണ് കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ McAdam റോഡുകൾ എന്നറിയപ്പെടുന്നു. എന്താണ്? കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തിയിട്ട് റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾക്കാണെന്ത് McAdam റോഡ്സ് എന്നറിയപ്പെടുന്നു കേട്ടോ. The roads constructed using crushed stones leveled by road roller machines are known as McAdam roads. Then our country has a wide network of roads consisting of rural roads, state highways, national highways and express highways. India has the second largest network of roads in the world. Road transport plays an important role in ensuring the socio-economic growth of a country. എന്താണ് നമ്മുടെ രാജ്യത്ത് എന്താണ് ഈ റൂറൽ റോഡ് ഉണ്ട് അല്ലേ, ഗ്രാമീണ പാതകളുണ്ട്. പിന്നെ അതുപോലെ എന്താ സ്റ്റേറ്റ് ഹൈവേ അല്ലേ, സംസ്ഥാന പാതകളുണ്ട്. നാഷണൽ ഹൈവേ അല്ലേ, ദേശീയ പാതകളുണ്ട് അല്ലേ. പിന്നെന്താണ് എക്സ്പ്രസ് ഹൈവേസ്. എന്താണ് എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ റോഡ് ശൃംഖല നിലവിലുണ്ട് അല്ലേ. നമ്മൾ ഏതൊക്കെ റോഡുകളാണ് ഉള്ളത്? വൈഡ് നെറ്റ്വർക്ക് ആയിട്ടുള്ള റോഡുകൾ ഏതൊക്കെയാണ്? റൂറൽ റോഡ്, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് ഹൈവേസ് അല്ലേ. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല എന്താ? എവിടെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് റോഡ് എവിടെയാണ്? ഇന്ത്യയിലാണ് അല്ലേ, ഇന്ത്യൻ്റെതാണ് അല്ലേ. പിന്നെന്താണ്? റോഡ് ട്രാൻസ്പോർട്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഷുറിംഗ് ദ സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക്കിൻ്റെ ഗ്രോത്ത്, വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. ഈ മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ അല്ലേ. ഗോൾഡൻ ക്വാഡ്രിലേറ്ററലും നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസുകൾ അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? ഗോൾഡൻ ക്വാഡ്രിലേറ്റർ എന്താ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് ദാറ്റ് കണക്ട് ഇന്ത്യസ് മേജർ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ഹബ്സ്. ദിസ് റൂട്ട് പാസസ് ത്രൂ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ആൻഡ് കവേഴ്സ് 12 സ്റ്റേറ്റ്സ്. കേട്ടോ, ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നാഷണൽ നെറ്റ്വർക്ക് അല്ലേ, നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് ആണെന്ത്
ഇത് അല്ലേ. പിന്നെ ഡൽഹി, കൽക്കട്ട, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളുടെയും എന്താണ് അതുപോലെ 12 സ്റ്റേറ്റിലൂടെയും ഈ പാത കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് നോക്കൂ, നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. ദ നോർത്ത് സൗത്ത് കോറിഡോർ കണക്ട് ശ്രീനഗർ ടു വിത്ത് കന്യാകുമാരി ആൻഡ് ദ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ട് സിൽച്ചാർ വിത്ത് പോർബന്ദർ. എന്താണ് ഈ നോർത്ത് സൗത്ത് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായും നോർത്ത് സൗത്ത് കോറിഡോറിനെ കണക്ട് ചെയ്ത് ശ്രീനഗറുമായിട്ടും പിന്നെ കന്യാകുമാരി ആയിട്ടും പിന്നെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്താണ് സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതാക്കണ്ടല്ലേ, ഇതാണ് കേട്ടോ മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? ഗോൾഡൻ കോട്ട്ലാറ്ററലും നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസും ആണ് കേട്ടോ. നോക്കൂ, ഈ ചിത്രം കണ്ടില്ല? Observe the picture showing the evolution of wheeled vehicle. Discuss and prepare notes regarding the changes in road transport. Collect pictures of different vehicles and roads, old and new. Make an album and display in the class. എന്താണ് പറയുന്നത് നോക്കിയാൽ, ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ. ചക്രങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടായില്ലേ? അപ്പൊ എന്താണ് ചേഞ്ചസ് ഉണ്ടായില്ലേ? എവല്യൂഷനൊക്കെ ഉണ്ടായില്ലേ? വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഇവിടെ ഈ ചിത്രത്തിലുണ്ട് അല്ലേ? അത് നിരീക്ഷിച്ചിട്ട് എന്താണ് ഈ റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ പഴയതും പുതിയതുമായ വിവിധ വാഹനങ്ങളുടെയും പാതകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. എന്താണ് റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ? അഡ്വാൻറ്റേജസ് ആണ് റോഡ് ട്രാൻസ്പോർട്ടിന്റെ പറയുന്നത്. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ് അല്ലേ? എന്താണ് നമുക്ക് താരതമ്യേന എന്താണ് ചെലവ് കുറവാണ് അല്ലേ? ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. എന്താണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എന്താണ് ഇത് ആക്സസിബിൾ ആണ് അല്ലേ? ബെസ്റ്റ് സൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്. എന്താണ് നമ്മൾ ഷോർട്ട് ട്രിപ്സിനൊക്കെ അല്ലേ യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇത് അല്ലേ? നോക്കൂ, പിന്നെ റെയിൽ ട്രാൻസ്പോർട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് അല്ലേ? റെയിൽ ട്രാൻസ്പോർട്ട്. Rail transport. The sight of a train arouses the curiosity of people of all age groups. It is the fastest mode of transport on land. The railway system was launched first in Britain. The locomotive train came into being with the invention of steam engine. In 1825, George Stephenson built the first locomotive train engine in Britain. Coal was used as fuel to run it. Later, due to technological advancement, diesel engines and electric engines came into existence. എന്താണ് ഏത് പ്രായക്കാർക്കും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ നമുക്ക് ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ? കരയിലെ ഏറ്റവും വേഗതയേറിയ എന്താണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസാണിത് അല്ലേ? ഒരു സിസ്റ്റമാണിത് അല്ലേ? ബ്രിട്ടനിലാണിത് ഈ റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. എന്താണ് ആദ്യം ബ്രിട്ടനിലാണ് അല്ലേ? ദ ലോക്കോമോട്ടീവ് ട്രെയിൻ കെയിം ഇൻ ടു ബീയിങ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ അല്ലേ? എന്താ പറയുന്നത്? ഇവിടെ ഈ സ്റ്റീം എൻജിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് എന്ത് ഈ ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ എന്താക്കി ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിൻ എന്താക്കി നിർമ്മിച്ചു. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി എന്താണ് കൽക്കരിയാണെന്ത് ഉപയോഗിച്ചിരുന്നത് അല്ലേ? അപ്പൊ സ്റ്റീം എൻജിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് എന്താണ് ഈ ട്രെയിനൊക്കെ വന്നത് അല്ലേ? അപ്പൊ അതിലെന്താക്കി ഈ എൻജിൻ നിർമ്മിച്ചു, ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിൻ നിർമ്മിച്ചു. ആര്? ജോർജ് സ്റ്റീഫൻസൺ അല്ലേ? ബ്രിട്ടനിൽ അല്ലേ? ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഫ്യൂവലായിട്ട് ഉപയോഗിച്ചത് എന്താണ്? കോളാണ് കേട്ടോ. COAL കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ? പിൽക്കാലത്ത് എന്താക്കി ഈ ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലേ സാങ്കേതിക വികാസത്തിന്റെ ഫലമായി എന്താക്കി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളൊക്കെ നിലവിൽ വന്നു അല്ലേ? ഡീസൽ എഞ്ചിനും ഇലക്ട്രിക് എഞ്ചിനൊക്കെ നിലവിൽ വന്നു. In 1825, the world's first railway track was built connecting the cities of Stockton and Darlington in England. The world's rail transport commenced by running the locomotive Stephenson rocket built by George Stephenson on this track. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ? 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ടൺ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കപ്പെട്ടത് അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലുള്ള 2 സ്ഥലങ്ങളാണ് അല്ലേ? ഈ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്ത് ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കപ്പെട്ടു അല്ലേ? ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ എന്താക്കി ഓടിക്കൊണ്ടാണ് ലോകത്തെ
ഈ എന്താണ് വേൾഡ് റെയിൽ ട്രാൻസ്പോർട്ട് എന്താണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് അല്ലേ. ഓക്കെ, നോക്കൂ, കണ്ടോ പണ്ടത്തെ ട്രെയിൻ ആയിരുന്നില്ല ഇതൊക്കെ. ഓക്കെ, ഇപ്പോൾ മാറിയില്ലേ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ട്രെയിൻസ് ഓഫ് ഡിഫറെൻറ്റ് എറാസ് അല്ലേ. പിക്ചേഴ്സ് ഓഫ് ട്രെയിൻസ് ഇൻ ഡിഫറെൻറ്റ് ഇറാസ് അല്ലേ, ഡിഫറെൻറ്റ് എറയിലുള്ള കാലഘട്ടത്തിലുള്ള വിവിധ കാലഘട്ടത്തിലെ തീവണ്ടിയുടെ ചിത്രങ്ങളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ ചിത്രങ്ങൾ നിരീക്ഷിച്ച് വിവിധ കാലഘട്ടങ്ങളിലെ ഈ ട്രെയിനിൻ്റെ സവിശേഷതകൾ ഇതാണ്. ദ ട്രെയിൻ ക്യാരിയിങ് കോൾ അല്ലേ, എന്താണ് കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടി. പിന്നെ ലാസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ അല്ലേ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയേ, എന്തൊക്കെയാണെന്നുള്ളത് അത് എഴുതുക കേട്ടോ. ദെൻ ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹു started rail transport in India. They transported raw materials and natural resources from India to Europe by sea. Rail transport in India was started as a means to transport these goods and natural resources to the പോർട്സ്. എന്താണ്, ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് അല്ലേ. ബ്രിട്ടീഷുകാരാണ് എന്ത് റെയിൽ ട്രാൻസ്പോർട്ട് ഇന്ത്യയിലേക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസുകളും അതുപോലെ എന്താണ് നാച്ചുറൽ റിസോഴ്സസും ഒക്കെ എന്താണ് അവർ കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു അല്ലേ. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് എന്ത് ഈ റെയിൽവേ ട്രാൻസ്പോർട്ട് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഓക്കെ, എവിടേക്ക് കൊണ്ടുപോകാനാണ്, പോർട്ടിലേക്ക് അല്ലേ. പോർട്ടിലേക്ക് പറഞ്ഞാൽ എവിടെയാണ്, തുറമുഖങ്ങളിലേക്ക് അല്ലേ. ഓക്കെ, ദെൻ ഇന്ത്യസ് ഫസ്റ്റ് റെയിൽവേ ബോംബെ നൗ മുംബൈ ടു ടാനെ 1853 അല്ലേ. എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ആണ് ബോംബെത്തെ അല്ലേ. ബോംബെ മുതൽ ഇവിടെ താനെ വരെയാണ് അല്ലേ. ഇപ്പോഴത്തെ മുംബൈ അല്ലേ, ബോംബെ പണ്ട് ഇപ്പം മുംബൈ അല്ലേ. അവിടുന്ന് മുതൽ താനെ വരെ 1853 എടുത്തത് അല്ലേ. ഇനി ഫസ്റ്റ് റെയിൽവേ ഇൻ കേരള ഫ്രം ബേപ്പൂർ ടു തിരൂര്. ഇതെന്താണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് അല്ലേ. ബേപ്പൂർ മുതൽ തിരൂര് വരെ അല്ലേ, 1861. ദ റെയിൽവേസ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് പീപ്പിൾ മെയിൻലി റിലൈ on for their daily travel, transportation of goods and leisure trips. A broad and extensive railway network exists in India. India is one of the countries with the longest railway system in the world. The metro rail system has been launched in major cities of India to improve transport facilities and reduce air pollution. എന്താ നമ്മളെ ഡെയിലി ലൈഫിന് അല്ലേ, ഡെയിലി ട്രാവലിന് അല്ലേ, ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് എന്താണ്, ഈ ട്രാൻസ്പോർട്ട് സംവിധാനമാണ് റെയിൽവേ അല്ലേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട് അല്ലേ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നീളം കൂടിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് എന്ത് നമ്മുടേത് അല്ലേ. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ എന്താണ് മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. മെട്രോ റെയിൽ സംവിധാനം എന്താണ് ആരംഭിച്ചിട്ടുണ്ട്. രാജ്യങ്ങളിൽ എന്താ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനൊക്കെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊക്കെ എന്താ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. എന്താ ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. മെട്രോ റെയിൽ നോക്കൂ. മെട്രോ റെയിൽ വാസ് started to solve the traffic issues in big cities and reduce air pollution. Metro rail system exists in all the major cities of India including Calcutta, Delhi, Mumbai, Bangalore, Chennai and Kochi. എന്താണ് വൻ നഗരങ്ങളിലെ യാത്രാ ബുദ്ധിമുട്ടുകൾ ട്രാഫിക്കുകളൊക്കെ അല്ലെ ട്രാഫിക് ഇഷ്യൂസിൽ പരിഹരിക്കുന്നതിനും പിന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് എന്ത് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം എന്താണ് ഈ മെട്രോ റെയിൽ സംവിധാനമുണ്ട്. അപ്പോൾ ഈ മെട്രോ റെയിൽ എന്തിനാണ് തുടങ്ങിയത്? വൻ നഗരങ്ങളിൽ എന്താണ് ഭയങ്കര ട്രാഫിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ സോൾവ് ചെയ്യാനും അതുപോലെ എന്താണ് പൊല്യൂഷൻസ് ഇല്ലേ, എയർ പൊല്യൂഷൻ തടയാനും ഒക്കെ എന്താ കുറയ്ക്കാനൊക്കെയാണ് എന്ത് ഈ മെട്രോ റെയിൽ ആരംഭിച്ചത് അല്ലേ. അപ്പം ഇവിടെ ഇടയ്ക്ക് കൊൽക്കട്ടയിലുണ്ട്, ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ട്, ബാംഗ്ലൂരിലും ചെന്നൈയിലും കൊച്ചിയിലൊക്കെ അങ്ങനത്തെ മേജർ സിറ്റീസിലൊക്കെ ഈ മെട്രോ റെയിൽ സിസ്റ്റം ഉണ്ട് അല്ലേ. ദെൻ observe the transport map of Kerala given at the end of this chapter, page 131. List out the district without rail transport in your notebook. എന്താണ് ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് പേജ് 131 എന്താണ് നൽകിയിട്ടുള്ള കേരളത്തിന്റെ ഗതാഗത ഭൂപടം നിരീക്ഷിച്ച്
എന്താണ് ഈ റെയിൽ പാത ഇല്ലാത്ത സ്ഥലങ്ങൾ, റെയിൽ ട്രാൻസ്പോർട്ട് ഇല്ലാത്ത ജില്ലകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്ട്രിക്ട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുക. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.